നോക്കൂ, ഉമ്മൻചാണ്ടി സർക്കാർ കൊച്ചിക്ക് മെട്രോ കൊടുത്തപ്പോൾ കോഴിക്കോട് ലൈറ്റ് മെട്രോ കൊടുത്തിരുന്നു. പിന്നെ അത് നമ്മൾ മോണോ റെയിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട DPR പൂർണ്ണമായി. അതനുസരിച്ച് അതിൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചു. ഓഫീസ് പ്രവർത്തനം മുന്നോട്ട് പോയപ്പോഴാണ് ഭരണമാറ്റം ഉണ്ടായത്. 10 വർഷം ഇടതുപക്ഷം ഭരിച്ചപ്പോഴും ഈ കോർപ്പറേഷനും സർക്കാരും അത് അടച്ചുപൂട്ടാനാണ് തീരുമാനിച്ചത്. ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാതെ പോകുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് മെട്രോ കൊണ്ടുവരണം, ലൈറ്റ് മെട്രോ കൊണ്ടുവരണം എന്നൊക്കെ പറയും. എന്തേ കോഴിക്കോടിൻ്റെ കാര്യം പറയാത്തത്? കോഴിക്കോട്ടുകാർക്ക് മെട്രോ വേണ്ടേ? നഗരം വികസിക്കണ്ടേ? ഞങ്ങൾ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്, കോഴിക്കോട് ലൈറ്റ് മെട്രോയോ അല്ലെങ്കിൽ മോണോ റെയിലോ നിർബന്ധമായി വേണം. നഗരത്തിലെ ട്രാഫിക് കുരുക്കുകൾ കുറയ്ക്കാൻ അത് ഏറെ നമുക്ക് ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ തീരുമാനം നമുക്ക് മുന്നോട്ട് പോകണം. പോലെ കേരളത്തിലെ മറ്റു പല കൊച്ചിയിലൊക്കെ പോലെ കടവന്ത്രയും പാലാരിവട്ടവും ഒക്കെ വികസിച്ചതുപോലെ കോഴിക്കോടിനും മാങ്കാവും പാളയവും എരഞ്ഞിപ്പാലവും മെഡിക്കൽ കോളേജും അതുപോലെ പാറപ്പടിയും ഒക്കെ വികസിക്കണ്ടേ? അങ്ങനെ വികസിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള പ്ലാനിങ് നമ്മുടെ പൊതു ഗതാഗത രംഗത്തും മുന്നോട്ട് പോകണം. കോഴിക്കോട് സിറ്റി ബസ് സ്റ്റാൻഡുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇന്ന് സിറ്റി ബസ് സ്റ്റാൻഡുകൾ എവിടെയും കാണും. സിറ്റി ബസ്സുകൾക്ക് അകാല ചരമടയുന്ന അവസ്ഥയാണ്. അപ്പോൾ സിറ്റി ബസ്സുകൾ, സർക്കുലർ റൂട്ടുകൾ, ഇലക്ട്രിക്കൽ ബസ്സുകൾ സിറ്റിയിൽ അത് പ്രാവർത്തികമാക്കുകയും വനിതകൾക്ക്, തങ്ങളെപ്പോലെയുള്ള വനിതകൾക്കും കുട്ടികൾക്കുമൊക്കെ പൂർണ്ണ സൗജന്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കർണാടകത്തിലൊക്കെ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ കോഴിക്കോടും പ്രാവർത്തികമാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.